തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന രാഷ്ട്രീയ ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ സുരേഷ് ഗോപി തന്റെ സിനിമാ കഥാപാത്രങ്ങളെ ജീവിതത്തിലും ആവാഹിക്കാൻ തുടങ്ങിയിരുന്നു. ആദ്യ വിവാദം 2023 ഒക്ടോബർ 27 കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചതും ഒഴിഞ്ഞുമാറിയിട്ടും അത് ആവർത്തിച്ചതും ആദ്യ വിവാദം. കരുതലിന്റെ വാത്സല്യപൂർവ്വമുള്ള പെരുമാറ്റമെന്നായിരുന്നു അന്ന് സുരേഷ് ഗോപിയുടെ വിശദീകരണം. പിന്നീട് പരിഹാസരൂപേണ ഒഴിഞ്ഞുമാറിയതും ഭരത് ചന്ദ്രന്റെ ചില നമ്പറുകളായിരുന്നു. ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആള് കുറഞ്ഞതിൽ പ്രവർത്തകരോട് ക്ഷുഭിതനായിട്ടാണ് തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സുരേഷ് ഗോപി തുടക്കമിട്ടത്. ആളുകൾ കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പ്രവർത്തകരുടെ പേര് ചേർക്കാത്തതുമാണ് പ്രകോപനത്തിനിടയാക്കിയത്. നമ്മൾ അവർക്ക് നേട്ടം ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിച്ചോളാം. മീറ്റുവും ഹേമ കമ്മിറ്റിയും കത്തി നിൽക്കെ ചോദ്യമുയർന്നപ്പോഴും കലിപ്പിലാണ് ചാക്കോച്ചി. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഈ ചോദ്യം തിരിച്ചു ചോദിച്ചപ്പോൾ വൈകിട്ട് മറ്റൊരു ഷോ. മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി കൊലമാസൈറ്റം. എന്താ ഇങ്ങനെ? എന്റെ വഴി എന്റെ അവകാശമാണ്, പ്ലീസ്. സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വാഹനത്തിൽ വന്നിറങ്ങുമ്പോൾ ഡോർ തുറന്നുകൊടുത്ത ഗൺമാൻ കുടയെടുക്കാത്തതിൽ ദേഷ്യം പിടിച്ചതും മറ്റൊരു സംഭവം. ഭരത് ചന്ദ്രന്റെ ശുണ്ഠി എന്റെ രക്തത്തിലല്ല ഹൃദയത്തിലുണ്ടെന്ന് തുറന്നു പറഞ്ഞ സുരേഷ് ഗോപി താങ്കൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. ചോദ്യങ്ങൾ ഇനിയും ചോദിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.